രണ്ട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകളെ പോലെ. തഫ്സീലു ഇഹ്ദാഹുമാ അൽ-ഉഖ്റ. ഈ ഇടത്തെ കൈക്ക് ചെളിയായാൽ വലത്തെ കൈ കൊണ്ട് കഴുകും, വലത് കൈക്ക് ചേറായാൽ ഇടത്തെ കൈ കൊണ്ട് വൃത്തിയാക്കും എന്ന പോലെ സുഹൃത്തിന്റെ കുറവുകൾ, സുഹൃത്തിന്റെ വീഴ്ചകൾ ഇതെല്ലാം കൂട്ടുകാർ കഴുകി കൊടുക്കണം, ശുദ്ധിയാക്കണം. ഇതാണ് ഇസ്ലാമിലെ സൗഹൃദം എന്ന് പറഞ്ഞാൽ. ട്രോളലല്ല, ഫേസ്ബുക്കിലിടലല്ല, കളിയാക്കലല്ല, പരിഹസിക്കലല്ല കൂട്ടുകാരുടെ ദൗത്യം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളായിട്ട് ഹദീസ് വിശേഷിപ്പിച്ചത് നല്ല കൂട്ടുകാരെയാണ്. സുഹൃത്തിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. സൗഹൃദ ബന്ധത്തിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. സുഹൃത്തിന്റെ രഹസ്യം മറച്ചു വെക്കണം. നമ്മുടെ സുഹൃത്ത് ഒരു രഹസ്യം നമ്മളോട് പറഞ്ഞാൽ പിന്നെ ആരോടും പറയരുത്. ആരോടെന്ന് പറഞ്ഞാൽ അയാളുടെയും നമ്മളുടെയും ആത്മാർത്ഥ സുഹൃത്ത് വേറൊരാളുണ്ട്, അയാളോട് പറയരുത്. നമ്മുടെ സുഹൃത്ത് നമ്മളുമായിട്ട് എന്തോ പിണക്കത്തിലാണ്, തെറ്റിയിട്ടാണ് ഉള്ളത്, കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്, എന്നാലും പറയരുത്. ബന്ധം വിട്ടാലും തെറ്റിയാലൊന്നും രഹസ്യം പുറത്തുവിടരുത്. അത് വളരെ വഷളത്തരാണ്. പരമാവധി നമ്മുടെ സുഹൃത്തുക്കൾക്ക് സന്തോഷമുള്ള വാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ നിന്റെ ലേഖനത്തെക്കുറിച്ച് ഇന്നാലിന്നാൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നിന്റെ പ്രസംഗത്തെക്കുറിച്ച്, നിന്റെ ആ പെർഫോമൻസ്, അങ്ങനെ ജനങ്ങളിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ സുഹൃത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണം ആ സുഹൃത്തിനോട് പോയിട്ട് പറഞ്ഞു കൊടുക്കണം. പറയാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അത് അസൂയാണെന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അത് അസൂയ കൊണ്ട് പറയാത്ത അങ്ങനെ നമ്മൾ പറയണം. മിൻ ഗൈരി കദിബിൻ വൈഫ്രാത്തിൻ. ഓവറായി പറഞ്ഞിട്ട് അയാൾക്ക് കിബർ ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കളവ് പറയാനും പാടില്ല, ഇല്ലാത്തത് പറഞ്ഞ് പുകഴ്ത്തരുത്, അത് ശ്രദ്ധിക്കണം.